ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടൂർ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ വണ്ടൂർ താത്തി മക്കളൊക്കെ വണ്ടൂർ പോയിട്ടുണ്ട്, അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹൈവ എന്താ ഭംഗിയില്ലേ, നല്ല ഹരിത ഭംഗിയൊക്കെ കാണണമെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ വരണം കേട്ടോ. വണ്ടൂർക്ക് തന്നെ വരണം അല്ലേ. വണ്ടൂർ ഭാഗത്തേക്ക് കോട്ടക്കൽ ഈ ഹരിത ഭംഗിയൊന്നുമില്ല കേട്ടോ. ടൗണ്, കുറേ ബിൽഡിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. എന്ത് അല്ലേ എവിടെ ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രം കണ്ട് പാടം, അവിടെ പാടമുണ്ട്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെറും ഒരു ടൗണും പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള കുറേ വീടുകളും കുറച്ച് ബിൽഡിങ്ങും അതൊക്കെ ഉള്ളൂ. എന്തായാലും അറിയില്ല, ഉണ്ടാവും. കണ്ടോ നല്ല പാടം, വാവ് സൂപ്പർ. പാടത്ത് കൊക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് തിരിയാനുള്ളത്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ തിരിയണം. ചെറിയൊരു റോഡാട്ടോ, പോക്കറ്റ് റോഡ്. റോട്ടിന് ഇങ്ങനെ പോകണം. ഇവിടെയൊക്കെ നല്ല മഴ ചെയ്തിരിക്കണം കേട്ടോ. വെള്ളം കണ്ടോ, നല്ല വെള്ളം, ചളി വെള്ളം അല്ലേ. ഇത് എവിടുന്നത് ഈ മണ്ണ് ഒക്കെ കൂടി പറമ്പെന്നാവൂലേ. ഈ പറമ്പെന്നാണ് ഇപ്പൊ വെള്ളമൊക്കെ കൂടി ഇങ്ങോട്ട് ഒലിച്ചു വരുന്നത്. അപ്പൊ അതാ അല്ലുട്ടൻ ഉണ്ട് അവിടെ. അല്ലുണ്ട്, അല്ലു അതാ അല്ലു ഗൈസ്. ഇതാണ് അക്കുട്ടുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്തിക്കാണ് ഗൈസ്. അപ്പോൾ ഇതാ ഞങ്ങളെ എല്ലാവരും നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്കാര് വന്നാലും ഇങ്ങനെ തന്നെയാ കേട്ടോ, ഭയങ്കര സന്തോഷാണ്. പിന്നെ ഇതാ ഇവർക്ക് രണ്ടാൾക്കും അതേപോലെ പാത്തൂനും ഒക്കെ തക്കാളിപ്പൊട്ടിയായിരുന്നു കേട്ടോ. അതാണ് ചോദിച്ചത് ആർക്കാ പൊട്ടി ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാത്തൂനാണ് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതാ ക്യാമറ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ പാത്തു ഇങ്ങനെ ഒക്കെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഇങ്ങനെ കാണണം, അത് നല്ല ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ടാറ്റൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ടാറ്റൊക്കെ തരികയാണ്. ഇത് പിന്നെ നമ്മുടെ അക്കുട്ടൻ കുളിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഓരോരോ കോപ്രായങ്ങൾ കണ്ട് ഇരിക്കണ പണിയാണ് ഇവർക്ക് മൂന്നാൾക്കും. അവൻ്റെ കുളി അവിടെ നടക്കുന്നുണ്ട്, കോപ്രായം നടക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ മേലെ ഒന്ന് പോയി വരാം കേട്ടോ. അതായത് എളാപ്പാൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എളാപ്പാൻ്റെ വീട് അവിടെ മുകളിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് വരികയാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ ഇതാ ഇവർ രണ്ടാളും ഉണ്ട്, പിന്നെ അല്ലു അക്കൊക്കെ പിന്നെ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വരാം. നമ്മൾ എങ്ങോട്ടാണ് പോണത്? ചെമ്മരത്തോട്ട് പോവാണ് ഗൈസ്. അവിടെ മൈലാഞ്ചി അടിച്ചെന്നാണ് ഈ രണ്ടാളും. മൈലാഞ്ചി ഞങ്ങൾ ഇന്ന് രാവിലെ ഇട്ടതാണ്. പക്ഷെ ഉച്ചയായപ്പോഴത്തേനും കുളിച്ചാൻ പറഞ്ഞപ്പോൾ കുളിച്ചപ്പോൾ എങ്ങനെയായി. പിന്നെ ഞങ്ങൾ ചെമ്മരം എന്ന് പറയുന്നത് ആദ്യം എളാപ്പാൻ്റെ വീട് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അനിയത്തി ഇപ്പോൾ പിന്നെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെമ്മരത്തേക്ക് പോകുക എന്നാണ് എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോണീന് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മേലേക്ക് പോവുകയാണെങ്കിൽ ചെമ്മരത്തോട്ട് പോകുക എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങളവിടെ വീടിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ പിന്നെ ഒരാളും ക്യാമറൻ്റെ ഉള്ളിൽ വരില്ല, അതാ കണ്ടില്ലേ, അതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് തന്നെ വന്നു. പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 3-4 ട്രിപ്പൊക്കെ ആയിട്ടാണ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് തീർന്നത്. അപ്പോൾ ആദ്യം മക്കൾക്കും പിന്നെ എളാപ്പയാണത്. അപ്പോൾ ഓർക്കൊക്കെ ആദ്യം ഫുഡ് കൊടുത്തു. അവർ നല്ല വിശന്നപ്പോൾ മക്കളല്ലേ, അപ്പോൾ അവർക്ക് വിശന്നപ്പോൾ അവർക്ക് ആദ്യം ഫുഡ് കൊടുത്തു കേട്ടോ.
ഫുഡ് പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തായിരുന്നു. നല്ല ബീഫ് മന്തിയും ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ ഫുഡ്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നേ. അപ്പോൾ ഇത് സെക്കൻഡ് ട്രിപ്പാണ്. ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നോലും തീർന്നിട്ടില്ല, സെക്കൻഡ് ട്രിപ്പിലുണ്ട്. പിന്നെ ഇത് എളാപ്പാൻ്റെ മോനാണ്, അത് പിന്നെ അനിയത്തിൻ്റെ ഭർത്താവ്, അങ്ങനെ പോലെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഞങ്ങളും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നേ. പിന്നെ അതിന് ശേഷം ഇവൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവന് പോവാൻ വേണ്ടിയിട്ട് 2:30ക്കാണ് ട്രെയിൻ കേട്ടോ. അപ്പോൾ അവന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങളോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കൽ തുടർന്ന് കൊണ്ടേയിരുന്ന്. പിന്നെ അതേപോലെ നമ്മളെ പാത്തു ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ ഫുഡ് കഴിക്കാൻ. പാത്തുവിൻ്റെ ഫുഡ് കഴിക്കൽ തീർന്നിട്ടുണ്ടായിരുന്നില്ല. പാത്തു കുറേ വായിക്കിടും, കുറേ താഴെ നിലത്തേക്ക് കളയും, അങ്ങനെയൊക്കെ കുറേ സ്പൂണായിട്ട് കഴിക്കും, കുറേ കൈയായിട്ട് കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവളുടെ ഫുഡടി. അത് കണ്ടിരുന്ന് ഞങ്ങൾ കുറേ സമയം അവളെ ഫുഡ് കഴിക്കലും കണ്ടിരുന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്തമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്ടായിരുന്നു. ഉമ്മാൻ്റെ വലിയ ഏട്ടത്തിയാണ് കേട്ടോ. അപ്പോൾ മൂത്തമ്മക്ക് ഇങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളല്ല, പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക, ഓർമ്മക്കുറവും ചെറിയൊരു മറവിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കിടപ്പിലൊന്നുമല്ല എന്നുള്ളൊരു അർത്ഥത്തിലാട്ടോ. ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കിടപ്പിലൊന്നും അല്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ് ഇപ്പോൾ ഇത് അക്കുവാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇതിങ്ങനെ എടുത്താൽ ശരിയായിട്ട് കിട്ടൂല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുത്താൽ മതി, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണിത്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് അങ്ങനെ യാത്രയിൽ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വഴിയൊക്കെ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും മൂത്തമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മൂത്തമ്മാൻ്റെ തെറ്റിപ്പോയത് കേട്ടോ. അപ്പോൾ ആ കണ്ടതാണ് ഞങ്ങളുടെ മൂത്തമ്മ, അമ്മാൻ്റെ ഏറ്റവും വലിയ ഏട്ടത്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മൂത്തമ്മക്ക് ജ്യൂസൊക്കെ കൊടുത്ത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല മന്തിയും റൊട്ടിയും ഷവായൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഒരുപാട് സമയം അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വിശേഷം പറഞ്ഞിരുന്ന സമയത്ത് ഇവരിതാ ഈ ഗെയിം കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ, ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.